ആ ഞാൻ ഇറങ്ങി. ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം. പിന്നെ നല്ല മഴയുണ്ട്, റെയിൻകോട്ടൊക്കെ എടുത്തോട്ടാ. എന്നെ കെട്ടിപ്പിടിച്ചിരിക്കില്ലേ? ആ എന്നാ നീ ഓടിച്ചോ, ഞാൻ ബാക്കിൽ വന്നിരിക്കാം. ഓക്കെ ഓക്കെ ശരി. ആ ഡാഡി ഞാൻ പോയിട്ട് വരാട്ടാ. ആ എങ്ങോട്ടാ? ഞാൻ ഒന്ന് കൂട്ടാൻ്റെ വീട്ടിൽ. എവിടെ? അതിരെ പിള്ളേരാ. നീ ഒറ്റയ്ക്കാ പോണേ? ആ ഒറ്റയ്ക്ക്. ശരിക്കും പറ, ഒറ്റയ്ക്കാണോ? ആ എന്താ ചോദിച്ചേ? അന്നാ ഞാനും ഉണ്ട്. അത് ശരിയാവില്ല, നമുക്ക് പിന്നെ പോവാം. അത് കുഴപ്പമില്ല, ഞാനും ഉണ്ട്. നല്ല മഴയാണ്, ഞാൻ പറയണ കേട്ടോ. മഴയത്ത് പോയിട്ട് വല്ല പനിയും പിടിച്ചു കഴിഞ്ഞാൽ ഭ്രാന്ത്. വയസ്സാം കാലത്ത് എന്ത് പനിയടാ? ഇനി പനിയൊക്കെ വരാണെങ്കിൽ അങ്ങോട്ട് തട്ടിപ്പോട്ടെ. അത് ശരിയാവില്ല, ഞാൻ പിന്നൊരു ദിവസം എൻ്റെ കൂട്ടാൻ്റെ കാർ വേണ്ടിട്ട് കൊണ്ടുപോവാന്ന്. അത് കുഴപ്പമില്ലടാ, ഞാൻ കയറട്ടെ. ആ ഒന്ന് കയറന്നാ. നീ ശരിക്കും പറ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഞാൻ വരണേല്? എനിക്കെന്ത് പ്രശ്നവും? നീ ഒറ്റയ്ക്ക് തന്നെയല്ലേ? ആ ഉറപ്പല്ലേ? കൊറേ നാളായടാ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട്. ഇപ്പോഴൊക്കെയല്ലേ നടക്കാനൊക്കെ പറ്റുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ പറ്റില്ലല്ലോ. നീ വണ്ടി എടുക്കടാ. ഇങ്ങോട്ട് ഇറങ്ങി വന്നോ? ആ കണ്ടു കണ്ടു. ഇത് അതിരപ്പള്ളി ആയില്ലല്ലോടാ. നീ എവിടേക്ക് എന്നെ കൊണ്ടുപോണേ? ആ അതിരപ്പള്ളിക്ക് തന്നെ കാണിച്ചു തരാം, വാ. വഴുക്കലുണ്ട് കേട്ടോ, പച്ച കളറിലുണ്ട്, നോക്കി വാ. എനിക്ക് ഈ പച്ചപ്പായിൽ എവിടെ കാണാനാടാ മോനെ? ഇതേ ഞങ്ങൾ പിള്ളേരായിട്ട് പോണ സ്ഥലമാണ് മുമ്പ്. ഇത് നടന്നോ, കുഴപ്പമില്ല, അവിടെ വരെ പോവാം നമുക്ക്. നീ അങ്ങോട്ട് പോണ്ട, എന്റെ പാന്റ് നനയൂടാ. എടാ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ നമ്മൾ നീറ്റായിട്ട് പോണം. ഈ നനഞ്ഞ് പിണ്ടിയായിട്ടാണ് പോവല്ലേ? വീട്ടില് ഇവിടെ നല്ല കറക്റ്റ് വ്യൂ കിട്ടുള്ളൂ. ഒരു ഇനി ഞാൻ ഇറങ്ങണില്ലടാ. ഇനി ഞാൻ ഇറങ്ങിയാ കേറാൻ ഞാനുണ്ടാവില്ല. അതെ ഞാൻ കാല് വെക്കണ പോലെ തന്നെ വെച്ച് വാട്ടാ. മതി, നീയും വാ ഇങ്ങട്. പണ്ട് എന്നെ പഠിപ്പിച്ചിട്ടില്ലേ? ഇടുവാ കറക്റ്റ് വെക്കി നോക്കിട്ട്. പാന്റ് നനഞ്ഞെ? പാന്റ് നനഞ്ഞൂതാ. ഇത് ഇന്റർവ്യൂവിനൊന്നല്ല വന്നിക്കണം, നമ്മൾ എൻജോയ് ചെയ്യാൻ വന്ന അങ്ങോട്ട് വാടാടി. ഡാഡിയുടെ പണ്ടത്തെ ഫോട്ടോ ഒക്കെ കണ്ടിട്ടില്ലേ ഞാൻ പിള്ളേരപ്പം? ഏത് ആ അമ്പിയറൊന്നും ഇല്ലല്ലേ? എന്താ കുത്തൊലിക്കലില്ലേ? മഴ ഭയങ്കര. മെല്ലെ പോടാ. ഓ ഡാഡി, ഇത് കുണ്ടും കുഴിയുള്ള റോഡാണ്. ഒന്നാമത്തത് ഡാഡിക്ക് നട്ടലിന് പ്രശ്നമുള്ള ബൈക്ക് യാത്ര ഡാഡിക്ക് പറ്റില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ പറഞ്ഞതാ. നീ നേരെ നോക്കി ഒഴിക്കടാ വണ്ടി കൂടി. എന്താ പിന്നെ? അതേ ഇത് വനപാതയാണ്. വല്ല ആനയും മൂലിയൊക്കെ വന്ന് എന്തിട്ട് ചെയ്യാ? ഞാൻ ഇറങ്ങി ഓടൂട്ടാ. ഡാഡി എന്തിട്ട് ചെയ്യാ? ആനയും മൂലി അങ്ങനെ എന്തെങ്കിലും അപകടം വന്നാ നീ എന്നെ രക്ഷിക്കാൻ നോക്കണ്ട, നീ എന്നെ ഇട്ട് ഓടിക്കോടാ. ഒന്നുമില്ലെങ്കിലും എന്റെ കാലം കഴിയാറായില്ലടാ. உன்னோடு நான் இருந்த ஒவ்வொரு மணித்துளியும் மரணப்படுக்கையிலும் மறக்காத கண்மணியே. 90 நிமிடங்கள் தொட்டரைத்த காலம்தான் 800 ஆண்டுகளாய் இதயத்தில் கணக்குதடி. பார்வையிலே சில நிமிடம், ഭയത്തോട് ചില നിമിഷം. പാണ്ടിക്കരിമ്പാറ കാട്ടുകൊരങ്ങ, നിനക്ക് കാട്ടിൽ നക്കി തിന്നാൻ കുറയില്ലടാ. നീ എന്തിനാടാ എന്റെ ഐസ്ക്രീം തട്ടി പിടിച്ച 30 രൂപ പ്രായമായില്ലടാ നിനക്ക്. ഒരു പെണ്ണിനെ സൂക്ഷിക്കേണ്ടവനാ, ഒരു ഐസ്ക്രീം പോലും സൂക്ഷിക്കാൻ പറ്റില്ല. എന്നാ നീ എന്റെ ഐസ്ക്രീം എടുത്തോ. വേണ്ട വേണ്ട, അത് ഡാഡി എടുത്തോ. ഞാൻ വെറുതെ അല്ലെങ്കിൽ തന്നെ വെറുതെ ഷുഗറും ഇതൊക്കെ ആയിട്ട് പോണോ നോക്കിയാൽ തലയിറക്കി ഇവിടെ തന്നോ. അതേ ബാക്കിൽ ഒരു പെണ്ണ് നിൽക്കുന്നുണ്ടാ, അറിയാണ്ട് തട്ടണ്ടാട്ടാ, അവള് പ്രശ്നം ഉണ്ടാക്കും. ചാടി ഇറങ്ങി കുളിച്ചാലോ ഡാഡി. ആ അയ്യോ മഴ. ഇത് കിട്ടോ, അത് കുഴപ്പമൊന്നുമില്ലടാ, നീ കിട്ടോ. മഴ വല്ല പനിയൊക്കെ പിടിക്കൂട്ടോ. ഇല്ലടാ ബാക്കിലിരിക്കുമ്പോ മഴയൊന്നും കിട്ടില്ലാന്ന്. ഞാൻ എടുക്കണ വണ്ടി? ഡാഡി എടുത്തോ, ഞാൻ വേണമെങ്കിൽ ബാക്കിലിരിക്കാം. ഞാൻ അപ്പളെ പറഞ്ഞ കോട്ടിട്ട് പിന്നിലിരുന്നാ മതി. ഇപ്പൊ എന്തായി? ആ ബാക്കിലെ ഒളിച്ചിരുന്നോട്ടാ. பார்வையிலே சில நிமிடம், பயத்தோடு சில நிமிடம், கட்டி அணைத்தபடி கண்ணீரில் சில நிமிடம், இலக்கணமே பாராமல் புத்தங்கள் விதைத்த மோகத்தில் சில நிமிடம். உன்னோடு நான் இருந்த ஒவ்வொரு மணித்துளியும் மரணப்படுக்கையிலும் மறக்காத கண்மணியே.